Next problem, solve y double dash minus 3y dash plus 2y is equal to 4e power 2t where y of 0 is equal to minus 3 and y dash of 0 is equal to 5 എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതേ ഇക്വേഷൻ തന്നെ നമുക്കറിയുന്നതാണ്, ലാപ്ലാസ് ട്രാൻസ്ഫോം വെച്ചിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് മെത്തേഡാണോ എളുപ്പം ആ ഒരു മെത്തേഡിനനുസരിച്ച് നമുക്ക് രണ്ട് പ്രോബ്ലംസ് രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം വെച്ചിട്ടാണ്. സോ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ്റെ ബോത്ത് സൈഡ്സും ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുക. സോ നമുക്ക് എന്ത് വരും? എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് മൈനസ് 3 ഇൻറ്റു എൽ ഓഫ് വൈ ഡാഷ് പ്ലസ് 2 എൽ ഓഫ് വൈ, അതായത് നമ്മൾ എൽ ഓഫ് ദിസ് ക്വാണ്ടിറ്റി എന്ന് എഴുതണം. അതിനുശേഷം ബൈ ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഇത് എഴുതണം. ഈസ് ഈക്വൽ ടു എൽ ഓഫ് 4 ഇ പവർ 2t എന്നാണ്. അതിൽ 4 കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുക്കുക. 4 ഇൻറ്റു എൽ ഓഫ് ഇ പവർ 2t എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എൽ ഓഫ് വൈ ഡബിൾ ഡാഷിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് എസ് വൈ നോട്ട് മൈനസ് വൈ നോട്ട് ഡാഷ് എന്ന് പറയുന്നതാണ്. ദെൻ മൈനസ് എൽ ഓഫ് വൈ ഡാഷ് നമുക്ക് അതേമാതിരി തന്നെ റിസൾട്ട് അറിയാം, എസ് ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് വൈ ഓഫ് നോട്ട്. സോ ആ എൽ ഓഫ് nth ഡെറിവേറ്റീവ്, അതായത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു സെക്ഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ, സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ, തേർഡ് ഡെറിവേറ്റീവിൻ്റെ വരെ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. nth ഡെറിവേറ്റീവിൻ്റെ ജനറൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ രണ്ട് ഇക്വേഷൻസും ഒരു ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കാം. പ്ലസ് എൽ ഓഫ് വൈ ആണ്. ആൻഡ് 4e പവർ 2t എന്ന് പറയുന്നതാണ്. 4e പവർ 2t എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു എൽ ഓഫ് ഇ പവർ 2t എന്ന് പറയുന്നത് 1/s മൈനസ് എ. ഇവിടെ എസ് എ എന്ന് പറയുന്നത് 2 ആണ്. സോ 4/s മൈനസ് 2 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് വൈ ഓഫ് 0ക്കും വൈ ഡാഷ് ഓഫ് 0യും നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്, -3ഉം 5ഉം. അതെന്ന് പറഞ്ഞ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ പ്ലസ് 3s മൈനസ് 5 -3 ഇൻറ്റു എസ് ഇൻറ്റു എൽ ഓഫ് വൈ പ്ലസ് 3 പ്ലസ് എൽ ഓഫ് വൈ ഇസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 എന്ന് വരും. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഓഫ് വൈൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതാം. സോ എൽ ഓഫ് വൈൻ്റെ ടേംസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു എൽ ഓഫ് വൈ ഉണ്ട്, ഇവിടെ എൽ ഓഫ് ഐ ഉണ്ട്, എൽ ഓഫ് ഐ. ഇപ്പോൾ ഇവിടെ എൽ ഓഫ് ഐൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? എസ് സ്ക്വയർ പ്ലസ് ഇതിൽ നമുക്ക് എസ് സ്ക്വയർ ഇതിലെ ടേം എന്താണ്? -3s പ്ലസ് 2 ഇൻറ്റു നമുക്ക് എന്ത് വരും? എൽ ഓഫ് വൈ എന്ന് പറയുന്ന ഫോമിൽ വരും. ബാക്കി നമ്മൾ റിമൈനിങ് ആയിട്ടുള്ള ടേംസ് ഒരുമിച്ച് എഴുതുക. സോ അങ്ങനെ എഴുതി വരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ, എസ് സ്ക്വയർ -3s പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ ഇസ് ഈക്വൽ ടു ദിസ് ടേം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ എൽ ഓഫ് വൈനെ അടുപ്പിച്ച് എഴുതി ബാക്കി ഇവിടെയുള്ള ടേംസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? അതായത് നമുക്കിവിടെ ബാക്കി ഏതാ 3s പ്ലസ് 5 ഉണ്ടാവും. ഇവിടെ ഒരു -9 ഉണ്ടായിരിക്കും. അതിനെന്ന് നമ്മൾ പറയുന്നത് എവിടെ തൊട്ട് കൊണ്ടുവരികയാണ്? RHSലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് എൽ ഓഫ് എസ് സ്ക്വയർ -3s പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ ഇസ് ഈക്വൽ ടു ദിസ് ടേം എന്നാണ്. സോ നമുക്ക് എൽ ഓഫ് വൈ ഇസ് ഈക്വൽ ടു എഴുതുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ടേമിനെ ത്രൂ ഔട്ട് ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് വരും? എൽ ഓഫ് വൈ ഇസ് ഈക്വൽ ടു 14 - 3s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ -3s പ്ലസ് 2 പ്ലസ് 4 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 ഇൻറ്റു എസ് സ്ക്വയർ -3s പ്ലസ് 2 എന്ന് വരും. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ന്യൂമറേറ്റേഴ്സ് എന്ന് പറയുന്ന ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം. സെയിം ആക്കാൻ വേണ്ടി ഫസ്റ്റ് ടേമിനെ ഞാനൊരു s-2 കൊണ്ട് മുകളിലും ഒരു s-2 കൊണ്ട് താഴെയും എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ചെയ്യാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ടേം എന്ന് പറയുന്നത് ഇങ്ങനെയായിട്ട് വരും. അതായത് 14 - 3s ഇൻറ്റു s-2 പ്ലസ് 4 വോൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് വരും? s-2 ഇൻറ്റു എസ് സ്ക്വയർ -3s പ്ലസ് 2 എന്ന് എഴുതാൻ പറ്റും. ഈ മുകളിലുള്ളത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് -3s സ്ക്വയർ പ്ലസ് 20s മൈനസ് 24 എന്ന് കിട്ടും. ദെൻ നമ്മൾ ഈ എസ് സ്ക്വയർ -3s പ്ലസ് 2നെ ഫാക്ടറൈസ് ചെയ്യാണ്. അതിൽ നമുക്ക് s-1 ഇൻറ്റു s-2 എന്ന് എഴുതാം. ഓക്കെ, ഇതിന് നമുക്ക് s-1 ഇൻറ്റു s-2 എന്ന് എഴുതാം. സോ ഈ ഒരു ടേമിൽ എന്ത് വരും? s-2ൻ്റെ രണ്ട് ടേംസ് ഉണ്ടായിരിക്കും. സോ s-2ൻ്റെ s-2 എന്ന് പറയുമ്പോൾ s-2 ഹോൾ സ്ക്വയർ വരും. ബാക്കി ഇവിടെയുള്ള s-1 വരും. സോ നമ്മൾ എൽ ഓഫ് വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു ഫോമിൽ കിട്ടി, -3s സ്ക്വയർ പ്ലസ് 20s മൈനസ് 24 ഡിവൈഡഡ് ബൈ s-1 ഇൻറ്റു s-2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി നമ്മളിതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴുള്ള ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: a/s-1 പ്ലസ് b/s-2 പ്ലസ് c/s-2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ ഉള്ള ഇതിൻ്റെ ഡിനോമിനേറ്റർ ഈ ഫോമിൽ വരണം. സോ ഈ ഒരു ടേമിനെ s-2 ഹോൾ സ്ക്വയർ കൊണ്ട് ബോത്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിനെ s-1 ഇൻറ്റു s-2 കൊണ്ട് ബോത്ത് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിനെ s-1 കൊണ്ട് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്തു വരുമ്പോൾ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഈക്വൽ ആവും. ദെൻ നമ്മൾ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഈ ഒരു ഇക്വേഷനിൽ s=1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടേമും ക്യാൻസൽ ചെയ്ത് പോവും. ഇതേ ദിസ് എന്ന് കിട്ടും. ഇതിൽ നമ്മൾ s=1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എൻ്റെ വാല്യൂ -7 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ s=2 ഇട്ട് കൊടുക്കുക. ഇതിൽ ഇപ്പോൾ ഈ ഒരു ടേമും ക്യാൻസൽ ചെയ്ത് പോകും. ഈ ഒരു ടേം ഇത് വരും. ദെൻ എസിന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സിൻ്റെ വാല്യൂ =4 എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ടേംസ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യാം. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴുള്ള s² കോയിഫിഷ്യൻറ്റ് മൊത്തത്തിൽ എക്സ്പാൻഡ് ചെയ്യുകയൊന്നും വേണ്ട. ഇവിടെ എന്താ പറയുക, a+b ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരു x² ടേം ഉണ്ടാവും. സോ അതിൻ്റെ കോയിഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, a. അതിവിടെ എഴുതി. ഇവിടെ നോക്കിക്കേ, s എന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു s² വരും. അപ്പോൾ അതിൻ്റെ കോയിഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് b എന്ന് പറയും. സോ a+b ഇവിടെ s² കോയിഫിഷ്യൻറ്റ് എന്താണ്, വിച്ച് -3 എന്നായിരുന്നു. എൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. അതിൽ നിന്ന് നമുക്ക് ബിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അങ്ങനെ എൻ്റെ ബിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം: -7/s-1 പ്ലസ് 4/s-2 പ്ലസ് 4/s-2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇപ്പം നമുക്കിനി നമ്മുടെ ഇവിടെ കയ്യിലുള്ളത് എന്താണ്, y(t) ഈസ് ഈക്വൽ ടു ദിസ് ടേം എന്നാണ്. സോ നമുക്ക് y(t) ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, L−1 ദിസ് ടേം എന്ന് പറയാം. കാരണം നമുക്ക് സോൾവ് ചെയ്തെടുക്കേണ്ടത് y(t) ആണ് അല്ലേ. അതായത് വൈയിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ y വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. നമ്മളെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y(t) ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളൊരു ഇക്വേഷൻ എഴുതാറ്. അപ്പോൾ അതേമാതിരിയാണ് ഇവിടെ. സോ y(t) ഈസ് ഈക്വൽ ടു L−1 -7/s-1 പ്ലസ് 4/s-2 പ്ലസ് 4/s-2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ നമ്മൾ. അങ്ങനെ വരുമ്പോൾ എന്നിട്ട് എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും, -7 കോൺസ്റ്റൻ്റ് ആണ്. അതിനെ പുറത്തേക്ക് എടുത്ത് എഴുതാം. -7 ഇൻറ്റു L−1 1/s-1 പ്ലസ് 4 ഇൻറ്റു L−1 1/s-2 പ്ലസ് 4 ഇൻറ്റു L−1 1/s-2 ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മളിവിടെ ഏത് പ്രോപ്പർട്ടി ഡയറക്റ്റ്ലി ഉപയോഗിച്ചാൽ മതി. L−1 1/s-a എന്ന് പറയുന്നത് നമുക്ക് e⁻at എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് വരും, -7 ഇൻറ്റു e⁻t എന്ന് വരും. ഇവിടുത്തെ a എന്ന് പറയുന്നത് 1. സിമിലർലി ഇതിന് 1/s-a എന്ന് പറയുന്ന ഫോമിലല്ലേ e⁻at. സോ ആ ഒരു ടേം എഴുതുമ്പോൾ നമുക്ക് 4e⁻2t എന്ന് കിട്ടും. ഇനി ഇവിടെ നിന്ന് നോക്കിക്കേ, L−1 f(s-a) എന്ന് പറയുന്ന ഫോമിലാണ്. ഇവിടുത്തെ a എന്ന് പറയുന്നത് 2 ആണ്. നമ്മൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, e⁻at ഇൻറ്റു L(f(s) എന്ന് വരും. സോ ഇവിടെ e⁻a എന്ന് പറയുന്നത് 2 ആണെന്ന് പറഞ്ഞല്ലോ അല്ലേ. സോ 4e⁻2t ഇൻറ്റു L−1 f(s). അതായത് ഈ ഒരു ഫംഗ്ഷനിൽ s-2ന് പകരം s റീപ്ലേസ് ചെയ്ത് എഴുതാം. അങ്ങനെ വരുമ്പോൾ L−1 1/s² എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, എന്താ കിട്ടി, L−1 1/s² എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. L−1 1/s² എന്ന് പറയുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ട് ചെയ്യുക. എന്താ L−1 1/n എന്ന് പറയുമ്പോൾ നമ്മൾ പറയാൻ t⁻n−1 ഡിവൈഡഡ് ബൈ n−1 ഫാക്ടോറിയൽ. സോ നമുക്കിവിടെ 2 ആണ്. ഇപ്പോൾ t⁻1 ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ. സോ നമുക്ക് എന്ത് വരും, 4e⁻2t ഇൻറ്റു t എന്ന് നമുക്ക് വരും അല്ലേ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിട്ട് മാറും. ഇത് രണ്ടും ഉണ്ടാവും. ഇതിന് പ്ലസ് 4e⁻2t ഇൻറ്റു t എന്ന് വരും. ഇപ്പോൾ ഈ രണ്ട് ടേമിൽ 4e⁻2t എന്ന് പറയുന്നത് കോമൺ ആണ്. 4e⁻2t എന്ന് പറയുന്നത് കോമൺ ആണ്. സോ 4 പുറത്തേക്ക് എടുത്തു, e⁻2tനെ പുറത്തേക്ക് എടുത്തു. ബാക്കി ഈ ഒരു ടേമിൽ എന്താ ഉള്ളത്, 1 പ്ലസ് ഈ ഒരു ടേമിൽ ബാക്കി ഏതാണുള്ളത് t. ഓക്കെ, അതിനൊന്ന് അറേഞ്ച് ചെയ്തിട്ടാണ് അവർ എഴുതിയിരിക്കുന്നത് 4t + 1 ഇൻറ്റു e⁻2t എന്ന് എഴുതിയിട്ടുള്ളത്. ദെൻ റിമൈനിങ് ആയിട്ടുള്ള -7 e⁻2t എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത്. ഓവറോൾ പറഞ്ഞു തരാം നിങ്ങൾക്ക് എങ്ങനെ ചെയ്തതെന്ന്.
ഇതൊരു സെക്കൻഡ് ഡിഗ്രി നമ്മൾ എന്താ പറയുക നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് ആണ്. നമ്മൾ ആ മെത്തേഡൊക്കെ വെച്ചിട്ടാണ് അവിടെ ചെയ്യാറ്. ഇപ്പം നമ്മുടെ ഇവിടെ ലാപ്ലാസ് ട്രാൻസ്ഫോം വെച്ചിട്ട് y കണ്ടുപിടിക്കുകയാണ്. അതിന് നമ്മൾ ഇതിൻ്റെ ബോത്ത് സൈഡ്സിലെന്ന് പറയുന്നതും എടുക്കുക, ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുക. നമുക്ക് എല്ലാ y ഡബിൾ ഡാഷും എല്ലാ y ഡാഷിൻ്റെ ഇക്വേഷൻസ് നമുക്കറിയാം. അതൊക്കെ കൊടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, എല്ലാ y ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഫോമിലോട്ട് എഴുതാം. എല്ലാ y എന്ന് പറയുന്ന ഫോമിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ y ഈസ് ഫംഗ്ഷൻ ഓഫ് എസ് എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് കിട്ടും. അതിനുശേഷം y ഈസ് ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഓഫ് എസ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അങ്ങനെ ഇവിടെ L കിട്ടിയപ്പോൾ നമുക്ക് ഇതേമാതിരിയായിരുന്നു L കിട്ടിയത്. ഇവിടെ നമ്മൾ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ, അതായത് നമ്മൾ പഠിച്ച ഒരുപാട് മെത്തേഡും ഒരുപാട് പ്രോബ്ലംസ് കൂടി ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നോക്കുക. ഈ ഒരു പ്രോബ്ലം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ ലാപ്ലാസ് ട്രാൻസ്ഫോമിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനുശേഷം നമ്മൾ അത് ചെയ്തു. അങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്കൊരു y ഈസ് ഈക്വൽ ടു നമുക്കൊരു ഫംഗ്ഷൻ ഓഫ് എസ് എന്ന് പറയുന്ന ഫോമിൽ വന്നു. ദെൻ y ഈസ് ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി എന്ന് വരും. അത് നമ്മൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ സൊല്യൂഷൻ y ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമുക്ക് y ഈസ് ഈക്വൽ ടു എന്താ കിട്ടിയത്, y ഈസ് ഈക്വൽ ടു ദിസ് ഫംഗ്ഷൻ എന്ന് കിട്ടി. ഓക്കെ, ഇത്രയായിരുന്നു ഈ ഒരു പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നത്.